മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. ഇന്ന് ദേവീമാഹാത്മ്യം തുടരുകയാണ്. ഏകബാഹു അക്ഷിചരണാഃ കേചിത് ദേവ്യാ ദ്വിധാകൃതാഃ വിച്ഛിന്ന ജംഘാഃ തു അപരേ. വിച്ഛിന്ന അപരേ, അപരേ തു വേറെ ചിലരാകട്ടെ, അതായത് ഓരോരുത്തരെയും ഓരോ കൂട്ടരെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്, വധിച്ചത് എന്ന് പറയുകയാണ്. വേറെ ചിലര്, അതായത് വേറെ ചില അസുരന്മാര് വിച്ഛിന്ന ജംഘാഹ, ജംഘ ഛിന്നമായിട്ട്, ജംഘ തന്നെ മുറിഞ്ഞ് പോയിട്ട്, വിച്ഛിന്ന ജംഘാഹ തു അപരേ, ജംഘ പിരിഞ്ഞു പോയതായിട്ടുള്ള, മുറിഞ്ഞു പോയതായിട്ടുള്ള ചിലർ, പേതുഹു ഉർവ്യാം മഹാസുരാഹ, അപരേ മഹാസുരാഹ വേറെ ചില മഹാസുരന്മാർ, അസുരന്മാർ, പേതുഹു ഉർവ്യാം, ഉർവ്യാം പേതുഹു, പപാത പേതതു പേതുഹു എന്ന് വീണു എന്ന പപാതാന്ന് വെച്ചാൽ വീണു, പേതുഹു അതന്നെ ബഹുവചനാണ്. പേതുഹു ഉർവ്യാം, ഉർവിയിൽ വീണു, അവരുടെ ജംഘകൾ മുറിഞ്ഞ് ഭൂമിയിൽ വീണു വേറെ ചില സുരന്മാര് എന്നാണ്. ഏകബാഹു അക്ഷിചരണാഹ കേചിത് ദേവ്യാ ദ്വിധാകൃതാഹ, കേചിത് ദേവ്യാ ദ്വിധാകൃതാഹ, കേചിത് വേറെ ചിലർ, ദേവ്യാ ദേവിയാൽ, ദ്വിധാകൃതാഹ രണ്ടായിട്ട് ഛേദിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഏകബാഹു ഒരു ബാഹു അവശേഷിച്ചിട്ട്, അല്ലെങ്കിൽ ഏക അക്ഷി, ഏകചരണം, അങ്ങനെ നെടുനീളെ കീറി, നെടുതായിട്ട് കീറി എന്നുള്ളതാണ് അല്ലേ. ഒരു ഭാഗത്തെ അക്ഷിയും ചരണവും ബാഹുവും ഒക്കെ വേറെ ആക്കിയും കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് നടുക്കുകൂടെ ഇങ്ങോട്ട് കീറി എന്നുള്ളതാണ്. ഏക ബാഹു അക്ഷി ചരണാഹ, ഏകമായിട്ടുള്ള ഒരു ബാഹു, കയ്യ്, അക്ഷി, കണ്ണ്, ചരണം, അങ്ങനെ നെടുവേ കീറി ചിലരുടെ എന്നുള്ളതാണ്. കേചിത് ദിവ്യാ ദ്വിധാകൃതാഹ, ദ്വിധാകൃതാഹ രണ്ടായിട്ട് തിരിക്കപ്പെട്ടു, പിളർക്കപ്പെട്ടു. ഇനി ഛിന്നേപി ചാന്യേ ശിരസി പതിതാ പുനരുത്ഥിതാഃ കബന്ധാ യുയുധുർദേവ്യാ ഗൃഹീത പരമായുധാഃ. ഇനി ഛിന്നേ അപി ച അന്യേ ശിരസി, അന്യേ ശിരസി ഛിന്നേ അപി, അന്യേ വേറെ ചിലർ, ശിരസി ഛിന്നേ അപി ശിരസ് മുറിഞ്ഞു പോയിട്ടും, കഴുത്തും ഉടലും വേറെയായി, തലയും ഉടലും വേറെയായി. ശിരസി ഛിന്നേ അപി, ശിരസ് മുറിഞ്ഞു പോയിട്ടും കഴുത്ത് വേറെയായി, കഴുത്ത് മുറിഞ്ഞു എന്നുള്ളതാണ്, രണ്ടായിട്ട് പോയി. എന്നിട്ട് ഉടല് മാത്രമായി ശേഷിച്ചു. എന്നാലും പതിതാഹ അങ്ങനെ വീണു, ഭൂമിയിൽ വീണു, നിലത്ത് വീണു, തല പോയിട്ട് നിലത്ത് വീണു ചിലര് എന്നുള്ളതാണ്. പുനരുത്ഥിതാഹ പിന്നെ ആദ്യം എണീട്ടു എന്നുള്ളതാണ്. അതായത് കബന്ധങ്ങൾ ഈ തല പോയി കഴിഞ്ഞാലും ആ ജീവൻ അങ്ങോട്ട് പോവാതെ കണ്ട് അങ്ങനെ വർണ്ണിക്കലുണ്ട്. ദേഹത്തിന് പിന്നെയും ഇളക്കണ്ടാവും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ മുഴുവൻ പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കബന്ധങ്ങൾ, ആ തലയില്ലാത്തതായിട്ടുള്ള ഉടൽ മാത്രമായിട്ട്, ഉദ്ധിതാഹ എഴുന്നേറ്റു, ഭൂമിയിൽ നിന്ന്, യുദ്ധഭൂമിയിൽ നിന്ന് എണീറ്റിട്ട്, കബന്ധാഹ യുയുധുർദേവ്യ, ആ കബന്ധങ്ങളും ദേവിയോടുകൂടി യുദ്ധം ചെയ്തു എന്നാണ്. അതുവരെ ചെയ്തിരുന്നതായിട്ടുള്ള യുദ്ധം ആവർത്തിച്ചു, അവർ തുടർന്നു എന്നുള്ളതാണ്. ആ കബന്ധങ്ങൾ ജീവൻ മുഴുവൻ പോവാത്തത് കൊണ്ട് അവർ ആ തല വിട്ടിട്ടതായിട്ടുള്ള ആ ദേഹത്തോടു കൂടി അവർ വീണ്ടും യുദ്ധം ചെയ്തു എന്നാണ്. പതിതാഹ പുനരുദ്ധിതാഹ വീണ്ടും എഴുന്നേറ്റ് ആ കബന്ധങ്ങൾ യുയുധുഹു ദേവിയ യുയുധുഹു ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. ഗൃഹീത പരമായുധാഹ അവരുടെ ആയുധങ്ങളും ഗ്രഹിച്ചും കൊണ്ട് തന്നെ, കൈകളിൽ നിന്ന് ആയുധം വിട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ആയുധങ്ങളോടുകൂടി അവർ എഴുന്നേറ്റ് നിന്ന് വീണ്ടും യുദ്ധം ചെയ്തു എന്നാണ്. കുറച്ചു നേരത്തേക്കൊക്കെ പിന്നെയും യുദ്ധം ചെയ്തു എന്നുള്ളതാണ് പറയണത്. ഇനി നനുതുശ്ചാപരേ തത്ര യുദ്ധേ തൂര്യലയാശ്രിതാഃ കബന്ധാശ്ചിന്നശിരസഃ ഖഡ്ഗശക്തിഷ്ട്രിപാണയഃ. നനൃതുശ്ച അപരേ തത്ര വേറെ ചിലര് നനൃതുഹു നൃത്തം ചെയ്തു. യുദ്ധേ തൂര്യലയാശ്രിതാഃ തൂര്യം, ചെണ്ട തുടങ്ങിയതായിട്ടുള്ള വാദ്യങ്ങൾ,
അതിൻ്റെ ലയത്തിനനുസരിച്ച്, അതിൻ്റെ ശബ്ദത്തിന് താളത്തിനനുസരിച്ച്, താളലയങ്ങൾക്കനുസരിച്ച് ആശ്രിതാഹ, അതിനെ ആശ്രയിച്ചുകൊണ്ട് അവരെ നനുതുഹു നൃത്തം ചെയ്തു. വേറെ ചില അസുരന്മാർ നൃത്തം ചെയ്തു, അതായത് യുദ്ധത്തിൽ അതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. നനുതുശ്ചാപരേ തത്ര, അവിടെ ആ യുദ്ധത്തിൽ, യുദ്ധേ തത്ര യുദ്ധേ, ആ യുദ്ധത്തിൽ തൂര്യലയാശ്രിതാഹ, തുര്യത്തിൻ്റെ ലയത്തെ ആശ്രയിച്ചുകൊണ്ട് അന്യേ നനുതുഹു, അവരെ നനുതുഹു, വേറെ ചിലർ നൃത്തം ചെയ്തു എന്നാണ്. കബന്ധാ ഛിന്നശിരസഹ ഖഡ്ഗശക്തി അപ്പോൾ അത് ആ യുദ്ധം ചെയ്തു എന്നുള്ളത് കബന്ധങ്ങളിലേക്കാണ്. വേറെ ചില കബന്ധങ്ങൾ, യുദ്ധം ചെയ്തത് വേറെ ചില കബന്ധങ്ങളാണെന്ന്. കബന്ധാ ഛിന്നശിരസഹ കബന്ധാ, ശിരസ് പോയതായ, ശിരസറ്റതായ കബന്ധങ്ങൾ. ഖഡ്ഗശക്തി ഉഷ്ടി പാണയ, ഖഡ്ഗം, ശക്തി, ഋഷ്ടി തുടങ്ങിയതായിട്ടുള്ള കയ്യിൽ ധരിച്ചുകൊണ്ട്, ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നനുതുഹു നൃത്തം ചെയ്തു. ഇവരെ തത്ര യുദ്ധേ തൂര്യലയാശ്രിതാഹ, യുദ്ധത്തിൽ തൂര്യലയത്തിന്, തൂര്യങ്ങളുടെ വാദ്യങ്ങളുടെ ശബ്ദത്തിന് അനുസരിച്ച്, ആ ലയത്തിനനുസരിച്ച് അവര് കബന്ധങ്ങൾ, വേറെ ചില കബന്ധങ്ങൾ അങ്ങനെ നൃത്തം ചെയ്തു. ചിലർ യുദ്ധം ചെയ്തു, ചിലർ നൃത്തം ചെയ്തു എന്നാണ്. തിഷ്ഠതിഷ്ഠേതി ഭാഷന്തോ ദേവീ മന്യേ മഹാസുരാഹ തിഷ്ഠതിഷ്ഠേതി ചൈവോക്താ ദിവ്യാ യുയുധിരേ രണേ. തിഷ്ഠതിഷ്ഠേതി ഭാഷന്തഃ, നിക്ക് എന്ന്, തിഷ്ഠ നിക്കൂ എന്നാണ് എന്ന് ഭാഷന്തഃ പറഞ്ഞു എന്നവരായിട്ട്. ദേവീം അന്യേ മഹാസുരാഹ, ആരോട് പറഞ്ഞു? തിഷ്ഠേതി മഹാസുരാഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ചില അസുരന്മാർ, അന്യേ മഹാസുരാഹ, വേറെ ചില മഹാസുരന്മാർ. തിഷ്ഠ ഇതി ഭാഷന്തഃ, തിഷ്ഠ നിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയോടുകൂടി യുയുധിരേ യുദ്ധം ചെയ്തു എന്നാണ്. തിഷ്ഠേതി ചൈവോക്താഹ, അവരോട് ദേവിയും പറഞ്ഞു. ദേവ്യ തിഷ്ഠ ഇതി ഉക്താഹ, ദേവിയോ പറയപ്പെട്ടവരായി, ദേവിയാൽ നിക്കൂ എന്ന് ദേവി അവരോടും പറഞ്ഞു. അങ്ങനെ ഉക്താഹ പറയപ്പെട്ടവരായി യുയുധിരേ യുദ്ധം ചെയ്തു. അവര് നിക്കൂന്ന് ദേവിയോടും പറയുന്നുണ്ട്, ദേവി അങ്ങോട്ടും പറയുന്നുണ്ട്, യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കാനായിട്ടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ദേവിയോടുകൂടി യുദ്ധം ചെയ്തു എന്നാണ്. തിഷ്ഠേതി ഭാഷന്തഃ ദേവീം അന്യേ മഹാസുരാഹ, ദേവീം തിഷ്ഠേതി ഭാഷന്തഃ, ദേവിയോട് തിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാസുരന്മാർ തിഷ്ഠേതി ച ഉക്താ ദേവിയാൽ തിഷ്ഠ എന്ന് പറയപ്പെട്ടവരായിട്ട് യുയുധിരേരണേ യുദ്ധത്തിൽ പോരാടി. പതിതൈ രഥനാഗാശ്വൈഃ അസുരൈശ്ച വസുന്ധര അഗമ്യ സാഭവത്തത്ര യത്രാഭൂത് സമഹാരണഃ. ആ വസുന്ധര ഭൂമി, എവിടെയാണ് ആ യുദ്ധം ഉണ്ടായതെന്ന് വെച്ചാൽ ആ മഹാഭൂമി, യുദ്ധഭൂമി. യത്രാഭൂത് സ മഹാരണഃ, യത്ര സഹ മഹാരണഃ അഭൂത്, എവിടെയാണോ ആ മഹാരണം, മഹായുദ്ധം അഭൂത് ഉണ്ടായത്, ആ ഭൂമി എന്നാണ്. സാ വസുന്ധര, ആ വസുന്ധര ഭൂമി. പതിതൈഹി രഥനാഗാശ്വൈഹി, വീണുകിടക്കുന്നതായ, പതിതൈഹി വീണുകിടക്കുന്നതായ രഥനാഗ അശ്വൈഹി, രഥങ്ങളെ കൊണ്ടും നാഗങ്ങളെ കൊണ്ടും, നാഗങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഗജങ്ങളെയാണ് പറയണത്. നാഗം എന്നുള്ളത് പാമ്പിനുണ്ട്, നാഗം എന്നുള്ളത് ആനയ്ക്കും പറയും. നാഗ അശ്വൈഹി, രഥങ്ങള്, നാഗങ്ങള്, അശ്വങ്ങള്, ആനകള്, രഥങ്ങള്, ഗജങ്ങള്, അശ്വങ്ങള് ഒക്കെ വീണ് കിടക്കുന്നുണ്ട് കുറെ. അങ്ങനെ പരന്നു കിടക്കണതായിട്ടുള്ള രഥങ്ങളെ കൊണ്ടും ഗജങ്ങളെ കൊണ്ടും അശ്വങ്ങളെ കൊണ്ടും അസുരൈഹി ച, അസുരന്മാരെ കൊണ്ടും, അസുരന്മാരും ധാരാളം പരന്നു കിടക്കുന്നുണ്ട് ഭൂമിയിൽ എന്നുള്ളതാണ്. അങ്ങനെ വസുന്ധര, ആ വസുന്ധര ഭൂമി തന്നെ അഗമ്യ അഭവത്, നടക്കാൻ വഴിയില്ലാത്തതായി, അവിടേക്കും ആർക്കും ചെല്ലാൻ വയ്യാതെ കണ്ടായി എന്ന്. അഗമ്യ അഭവത്, എല്ലാ ദിക്കിലും ചിന്നിച്ചതറി കിടക്കുന്നുണ്ട് ഈ കേടുവന്ന മരിച്ചതായ ഗജങ്ങളും അശ്വങ്ങളും അതുമാതിരി കേടുവന്നതായിട്ടുള്ള രഥങ്ങളും മനുഷ്യരും, അതായത് അസുരന്മാർ എല്ലാവരും ചിന്നിച്ചെതറി കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഭൂമി തന്നെ അഗമ്യമായി തീർന്നു,
നടക്കാൻ വഴിയില്ലാത്തതായിട്ട് തീർന്നു, ഗമിക്കാൻ വയ്യാത്തതായിട്ട് തീർന്നു എന്നർത്ഥം. സർവ്വദിക്കുകളിലും ഈ ശരീരങ്ങൾ നിറഞ്ഞ് യുദ്ധം ഉണ്ടായതായ സ്ഥലം തന്നെ അഗമ്യമായി തീർന്നു എന്നാണ്. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.